Hello viewers, welcome back to Malayalees channel. We review the product Redmi 9 Power phone. Redmi's latest phone is Redmi 9 Power. This is Redmi 9 Prime and Redmi Note 9 series. 9 lo ഒരുപാട് series കൊണ്ടുവന്നിട്ടുണ്ട് Redmi. ഈ Redmi 9 Power നെ എന്താ പ്രത്യേകത എന്നുള്ളത് നമുക്ക് നോക്കാം. Plus ഓരോ ഫേസിൽ നമുക്ക് Redmi 9 Power, Redmi 9 Prime ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. സോ നിങ്ങൾക്ക് ഏത് ഫോൺ വാങ്ങിക്കണം, ഏതാണ് ബെറ്റർ ഫോൺ എന്നുള്ള ഒരു ചോയ്സ് കിട്ടും. Let's start the video. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന 6.53 ഇഞ്ചിന്റെ IPS LCD Full HD Plus ഡിസ്പ്ലേ ആണ്. HD Plus അല്ല, Full HD Plus ഡിസ്പ്ലേ ആണ് രണ്ട് ഫോൺസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 60 Hz ആണ് രണ്ട് ഫോൺസിന്റെ റിഫ്രഷ് റേറ്റ്. 395 ppi ആണ് ഇതിന്റെ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. പിന്നെ രണ്ട് ഫോണിലും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. സെയിം ഡിസ്പ്ലേ തന്നെയാണ് 9 പ്രൈമിലും 9 പവറിലും ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒക്കെ രണ്ട് ഡിസ്പ്ലേ നല്ല അടിപൊളിയായിരിക്കും. ഫിസിക്കൽ ഓവർവ്യൂവിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ രണ്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് ബാക്ക് ആണ്. ഇതിൽ 3.5mm ജാക്ക് അവൈലബിൾ ആണ്. 198 grams ആണ് രണ്ട് ഫോണിന്റെയും വെയിറ്റ്. രണ്ട് ഫോണിലും ട്രിപ്പിൾ കാർഡ് സിം ട്രേ സ്ലോട്ട് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഇടാൻ കഴിയും. പിന്നെ ഇതിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പ്രൈമിന്റെ തിക്നെസ് പറയുന്നത് 9.1mm ആണ്. 9 പവറിന്റെ തിക്നെസ് പറയുന്നത് 9.6mm ആണ്. അപ്പോൾ ഒരു 0.5mm തിക്നെസ് കുറവാണ് 9 പ്രൈമിന് 9 പവറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ 9 പവറിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബെറ്റർ മൾട്ടിമീഡിയ അല്ലെങ്കിൽ ബെറ്റർ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ ഫോണിലെ സ്പീക്കർ ഉപയോഗിച്ച് മൾട്ടിമീഡിയ അല്ലെങ്കിൽ ഗെയിമിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് 9 പവറിൽ. ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Redmi 9 പ്രൈമിൽ ഉപയോഗിച്ചിരിക്കുന്നത് 5000 mAh ബാറ്ററിയാണ്. അതിന് തന്നെ 18 watt ഫാസ്റ്റ് ചാർജിങ് കമ്പാറ്റബിൾ ആണ്. പക്ഷേ ബോക്സിൽ തരുന്നത് 10 wattന്റെ ഫാസ്റ്റ് ചാർജറാണ്. Redmi 9 പവറിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6000 mAh ബാറ്ററിയാണ്. അതിന് 18 watt തന്നെ ഫാസ്റ്റ് ചാർജിങ് കമ്പാറ്റബിൾ ആണ്. പക്ഷേ ബോക്സിൽ തന്നിരിക്കുന്നത് 22.5 wattsന്റെ ചാർജറാണ്. പിന്നെ Redmi 9 പവറിൽ റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അപ്പോൾ ബാറ്ററി ലൈഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Redmi 9 പവറിലാണ് കുറച്ചും കൂടെ ബെറ്റർ ബാറ്ററി ലൈഫ് കമ്പയർ ടു Redmi 9 പ്രൈം. കാരണം 6000 mAhന്റെ ബാറ്ററി, അതായത് 1000 mAh Redmi 9 പ്രൈമിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ എക്സ്ട്രാ ബാറ്ററി ബാക്കപ്പ് തരുന്നത് Redmi 9 പവർ ആയിരിക്കും. പെർഫോമൻസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ Redmi 9 പ്രൈമിൽ ഉപയോഗിച്ചിരിക്കുന്നത് Helio G80 ചിപ്സെറ്റ് ആണ്. അതിൽ തന്നെ Mali G52 GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ Redmi 9 പവറിൽ ഉപയോഗിച്ചിരിക്കുന്നത് Snapdragon 662 പ്രോസറാണ്. അതിൽ Adreno 610 GPU ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 9 പ്രൈമിലും Redmi 9 പവറിലും LPDDR4X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 9 പ്രൈമിൽ eMMC സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. 9 പവറിൽ UFS 2.2 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് MIUI ആണ്. അത് Android 10ലാണ് റൺ ചെയ്യുന്നത്. ഇനി പെർഫോമൻസിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ Redmi 9 പ്രൈമിൽ Helio G80 പ്രോസർ കുറച്ചും കൂടെ ഗെയിമിംഗ് കമ്പാറ്റബിൾ പ്രോസറാണ് കമ്പയർ ടു Snapdragon 662 പ്രോസർ. അപ്പോൾ നിങ്ങളൊരു ഗെയിമിംഗ് ഫോണാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 പ്രൈം ആണ് ചോയ്സ്. കാരണം ബെറ്റർ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് ആണ് Helio G80യും Mali G52യും ഒത്തുചേർന്നുള്ള പ്രോസസറിന് വരുന്നത്. അല്ല നിങ്ങൾക്ക് ഗെയിമിങ്ങിനേക്കാളും ഒരു ഡേ ടു ഡേ യൂസേജ് ആണ് കൂടുതൽ വേണ്ടത്, അധികം ഗ്രാഫിക്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ഫോൺ Snapdragon 662 വരുന്ന Redmi 9 പവർ തന്നെയാണ്. ഇനി ക്യാമറ കോൺഫിഗറേഷനെ കുറിച്ച് പറയാനാണെങ്കിൽ Redmi 9 പ്രൈമിൽ ഉപയോഗിച്ചിരിക്കുന്നത് 13 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 5 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് ക്യാമറയാണ്. Redmi 9 പവറിൽ നോക്കുകയാണെങ്കിൽ 48 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറയും 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറയും 2 മെഗാപിക്സലിന്റെ ഡെപ്ത് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 13 മെഗാപിക്സലിന് ഒരു ഹ്യൂജ് ലീപ്പാണ് 48 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ ആയിട്ട് വരുന്ന Redmi 9 പവറിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊരു മാക്രോ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മെഗാപിക്സൽ ക്യാമറ വേഴ്സസ് 2 മെഗാപിക്സൽ മാക്രോ ക്യാമറ വലിയ ഡിഫറൻസ് ആയി തോന്നില്ല. പ്രൈമറി ക്യാമറയാണ് നിങ്ങൾക്ക് മെയിൻ യൂസേജ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും Redmi 9 പവറിന്റെ 48 മെഗാപിക്സൽ ക്യാമറയാണ് 13 മെഗാപിക്സൽ ക്യാമറയെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ക്യാമറ ആയിട്ട് വരുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് നോക്കാനാണെങ്കിൽ രണ്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന 8 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ്. ഇനി കണക്ടിവിറ്റിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ രണ്ട് ഫോണിലും 4G വോൾട്ടേ ഫെസിലിറ്റി അവൈലബിൾ ആണ്. രണ്ട് ഫോണിലും വൈഫൈ കോളിംഗ് അവൈലബിൾ ആണ്. രണ്ട് ഫോണിലും ബ്ലൂടൂത്ത് 5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൾട്ടിമീഡിയന്റെ കാര്യം പറയാനാണെങ്കിൽ രണ്ട് ഫോണിലും വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രീമിംഗ് ആപ്പായ നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈമിലൊക്കെ ഹൈ ഡെഫിനിഷൻ കണ്ടന്റ് കാണാൻ കഴിയും. ഇനി ഫോണിന്റെ വേരിയന്റിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ രണ്ട് ഫോണും 4GB 64GB റാമും 4GB 120GB റാം വേരിയന്റിലും അവൈലബിൾ ആണ്. Redmi 9 പ്രൈമിന്റെ 4GB 64GB റാമിന്റെ വിലയാണ് 9,999 rupees. ഇതിന്റെ തന്നെ 4GB 120GB റാമിന്റെ വിലയാണ് 11,999 rupees.
ഇനി റെഡ്മി 9 പവറിന്റെ 4GB 64GB റാമിന് പ്രൈമിനേക്കാളും 1000 രൂപ കൂടുതലാണ്, അതായത് 10,999 റുപ്പീസ് ആണ് വരുന്നത്. പിന്നെ 4GB 120GB റാമിന് സെയിം പ്രൈസ് ആണ്, അതായത് 11,999 റുപ്പീസ്. ഇനി ഒരു വേർഡിക്ട് എന്നുള്ള രീതിയിൽ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ക്യാമറ ഫോൺ വേണം, ബെറ്റർ ബാറ്ററി ബാക്കപ്പ് വേണം, റിവേഴ്സ് ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം, നിങ്ങൾക്ക് ഒരു ബെറ്റർ സ്പീക്കർ ഉള്ള ഫോൺ വേണം എന്നൊക്കെ ആണെങ്കിൽ റെഡ്മി 9 പവർ ആണ് നിങ്ങളുടെ ചോയ്സ്. അല്ല, നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ഒരു ഗെയിമിംഗ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഫോൺ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഫോൺ റെഡ്മി 9 പ്രൈം ആണ്. അപ്പോൾ നിങ്ങളൊരു ഡേ ടു ഡേ യൂസർ ആണെങ്കിൽ റെഡ്മി 9 പവർ ചൂസ് ചെയ്യുക, നിങ്ങളൊരു ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ്മി 9 പ്രൈം ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബട്ട് വൈ മലയാളീസ് നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ വേരിയന്റ് അനാലിസിസ്, ഓട്ടോമൊബൈൽ റിവ്യൂ, സ്മാർട്ട് ഫോൺ അനാലിസിസ്, സ്മാർട്ട് ഫോൺ കമ്പാരിസൺ, അൺബോക്സിംഗ്, റിവ്യൂ, ഇങ്ങനെ ഒരുപാട് കണ്ടന്റ്സ് കാണാൻ കഴിയും. ഞങ്ങളുടെ വീഡിയോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.